ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആ ഒരു കേക്കിൽ ഒരു ഫോൾട്ട് ലൈൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു എഡിബിൾ ഗ്ലിറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിനുള്ള സ്പഞ്ച് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ടൊരു 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ മൈദയും 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു പ്രാവശ്യം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇതിലോട്ട് ചേർക്കാം. അതില്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഹൈറ്റിൽ കിട്ടുന്ന കേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 4 മുട്ടയാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്താണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്താലും നന്നായിട്ട് തന്നെ ഇരിക്കും, പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഹാൻഡ് വിസ്കാണ്. നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം. നല്ലൊരു മയോണൈസിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി അത്രയ്ക്കും തിക്കാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ മുട്ട ആയി കിട്ടിയാൽ മതി കേട്ടോ. അത്ര ഒരു തിക്കായിട്ട് അങ്ങനെ ആയി കിട്ടിയാൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അത് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3-4 ബാച്ചസ് ആയിട്ട് പതുക്കെ ഇതിലോട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നും വരില്ല. നമുക്ക് അല്ലാണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു സമയം ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ചിട്ട് ശരിക്കും അത് മിക്സ് ആവാണ്ട് വരും. അപ്പോൾ ഓവർ ഫോൾഡ് ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് കറക്റ്റ് ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലോട്ട് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 7 ഇഞ്ചിൻ്റെ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലോട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഗ്രീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഇട്ടിട്ട് ഗ്രീസ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ഭയങ്കര ഹാർഡായിട്ട് പോകും. ഇനി ഞാനത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി പോട്ടിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇനി ഇതിലോട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ഫ്ലഫി ആയിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. ആ ഒരു 4 എഗ്ഗ് വെച്ചിട്ട് ചെയ്തപ്പോൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല. ഇനി നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്കിത് ലെയർ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യാനുള്ള മിൽക്ക് മിക്സ് റെഡിയാക്കാം. സാധാരണ നമ്മൾ ഷുഗർ സിറപ്പിലാണ് വെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു മിൽക്ക് മിക്സ് ആവുന്ന സമയത്ത് ട്രഫിളിന് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/4 കപ്പ് അളവിൽ പാലാണ്. അതിലോട്ട് 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പിനേക്കും കുറച്ചും കൂടെ കേക്കിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുക ഈ ഒരു മിൽക്ക് മിക്സാണ്. അപ്പോൾ ഇതാണ് ഞാൻ വെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഉണ്ടാക്കണം. അപ്പം ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് ആണ്, വൈറ്റ് ചോക്ലേറ്റ് ആണ്. അതിലോട്ട് 1/4 കപ്പ് അളവിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കണം. അപ്പോൾ മൈക്രോവേവ് ആണെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒരു ബൗള് ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് മെൽറ്റായി വന്നോളും. ഒരു 10-15 മിനിറ്റ് ഒരു ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് മുഴുവൻ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് മെൽറ്റായി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഇതേപോലൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രീം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൽ എങ്ങനെ ഷാർപ്പ് എഡ്ജ് കിട്ടാമെന്നും അതേപോലെ അതിനെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ഇനി നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു നോസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുക. ഈ ഒരു നോസിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ക്രീമിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ക്രീമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെയർ വെക്കുന്ന സമയത്ത് പതുക്കെ അതിങ്ങനെ തെന്നി പോവും. അപ്പോൾ കുറച്ച് ഈ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്രീമുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടുത്ത ലെയർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെയറുകൾക്കിടയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഐസിങ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അധികം നേരം മിനിമം ഒരു 6-7 മണിക്കൂർ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്രീമിനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കണം. എന്നിട്ടാണ് ആ ഒരു ഫോൾഡ് ലൈൻ ഡിസൈൻ ചെയ്താലേ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 2 കളർ നമ്മൾ 2 ഡിഫറെൻറ്റ് കളറിൽ ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായിട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഭംഗി കിട്ടില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല സമയമുള്ളതുകൊണ്ട് ഞാൻ രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു ഫോൾഡ് ലൈൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു രാത്രി മുഴുവൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഡിസൈൻ കൊടുക്കാനായിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലോട്ട് ഒരു ബ്ലൂ കളർ വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നോസിലൊന്നും ഇട്ടിട്ടില്ല, പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റങ്ങ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു സിഗ്സാഗ് മോഡലിൽ താഴേക്കും മേലേക്കും ഒക്കെ ആയിട്ട് നേരെ അല്ലാണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. കുറച്ചൊരു കട്ടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് കട്ടി കുറച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു കട്ടിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും കുറച്ചൊരു തിക്നെസ്സിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തിക്നെസ് പറ്റ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രീമും അതുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയ പോലെ തോന്നും, അതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും ഒരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു കാർഡാണ് എടുത്തിട്ടുള്ളത്. സ്ക്രാപ്പറോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കാർഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു തിക്നെസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പർ കുറച്ചും കൂടെ അമർത്തി പിടിച്ചിട്ട് എക്സസ് ആയിട്ടുള്ള ക്രീം അങ്ങ് വടിച്ചെടുത്താൽ മതി. അപ്പോൾ പതുക്കെ ചെറിയ തിക്നെസ്സിലാണ് നിങ്ങൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പർ അധികം അമർത്താണ്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു സിഗ്സാഗ് മോഡൽ കൊടുത്തതുകൊണ്ടാണ് അതേപോലെ എല്ലാ ഭാഗത്തും ലെവൽ അല്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അത് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞാൽ ഇതേപോലെ നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. ഫ്ലവേഴ്സ് ഞാൻ രാത്രി ഓൾറെഡി ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ക്രീമൊന്നും എവിടെയും തട്ടി പോവാണ്ട് ഈസി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് 2 പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതേപോലെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ക്രീം ഇതേപോലെ ഒന്ന് മുകളിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അവിടെ സ്റ്റിക്കായിട്ടിരിക്കും. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എഡിബിൾ വൈറ്റ് പേൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം. പിന്നെ സൈഡ്സിൽ ഞാൻ കൊടുത്തേക്കുന്നത് ഗോൾഡൻ ഡ്രിപ്സ് ആണ്. സാധാരണ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേക്ക് ഇനിയും നന്നായിട്ട് സെറ്റ് ആവണം. അപ്പോൾ ഇതേപോലെ ഡ്രിപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഡ്രിപ്പിൻ്റെ വില 200 രൂപയാണ് കേട്ടോ ഈ ഒരു ബോട്ടിലിന് വരുന്നത്. ഇനി ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു അടിപൊളി വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ഇൻ ഫോൾഡ് ലൈൻ ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ കേക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.